ബാവായും പുത്രനും ശുദ്ധമുഹായുമായ സത്യേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ബലഹീനന്മാരും ഭാവികളുമായി നമ്മുടെ മേൽ തന്റെ കർണയും മനോടും രണ്ട് ലോകങ്ങളിലും സദാ വസിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ജനമേ, പാവനമായ ഒരു നോമ്പിലേക്ക് പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭ പ്രവേശിച്ചിരിക്കുകയാണ്. പഴയ നിയമ ഇസ്രായേൽ ദീർഘദർശിമാരുടെ തലമായ മോശ ദീർഘദർശിയുടെ നേതൃത്വത്തിൽ നടത്തിയതായ ആ മരുഭൂ പ്രയാണത്തോട് തുല്യമായ ഒരു മരുഭൂ പ്രയാണമാകുന്നു ഈ പാവനമായ നോമ്പ് എന്ന് പറയുന്നത്. ശുദ്ധമുള്ള മത്താഹ്ലിയായ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ മശീഹ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യമേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിപ്പീൻ, ഇവയെല്ലാം അതോട് ചേർത്ത് നിങ്ങൾക്കായി നൽകും. ദൈവരാജ്യത്തെ അന്വേഷിക്കാൻ തക്കമുള്ള ആഹ്വാനം. യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ അന്വേഷിക്കാനുള്ള കാലയളവാണ്. കർത്താവ് രക്ഷിതാവായ മിശിഹ നമ്മൾ പറയുകയാണ്, ദൈവരാജ്യത്തെ നീ അന്വേഷിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അതിനോട് ചേർത്ത് കിട്ടും. നോമ്പ് ചുരുങ്ങിയ കാലയളവാണ്. എന്നാൽ വരുന്ന ഒരു വർഷത്തേക്കുള്ള നന്മകളെ, അത് ഭൗതികവും ആത്മീയവുമായ നന്മകളെ ആർജിക്കുവാനുള്ള ഒരു വേള കൂടിയാണ് നോമ്പ്. അങ്ങനെയാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള നന്മകളെ ആർജിച്ചെടുക്കുവാൻ തക്കോണം എന്ത് ചെയ്യണം? ദൈവരാജ്യത്തെ അന്വേഷിക്കണം. അതോടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിക്കൊള്ളുന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും. അപ്പോൾ ദൈവീകമായ നീതിമാർഗത്തിലൂടെ, ദൈവീകമായ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ നാം ചരിക്കുമ്പോൾ അന്യനോട് കരുതലുള്ളവനായി, യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്ന പോലെ സ്വന്തം മാംസരക്തങ്ങളായിരിക്കുന്നവർ തന്നെ മറക്കാതിരിക്കുന്ന ആ പാവനമായ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ദൈവരാജ്യത്തെ അന്വേഷിക്കുവാനും നമുക്കിടയിൽ തന്നെ സംജാതമായിരിക്കും ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് യത്നിക്കാം. അതിന് ഈ വചന കേൾവിയും ഈ നോമ്പിന്റെ അനുഭവവും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവികമായ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേർന്നു നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.